ടിപ്പു സുൽത്താനോടുള്ള കലിപ്പ് ഇപ്പോഴും പലർക്കും തീർന്നിട്ടില്ല, തീരുകയില്ല. കാരണം ടിപ്പു സുൽത്താനെക്കുറിച്ച് പുസ്തകം എഴുതിയാൽ അത് കുറേ ചിലവാകുമെന്നൊക്കെ പലരും കരുതിയിട്ടുണ്ടാകും. എന്താണ് ഈ ഒരു കലിപ്പിന് പ്രധാനപ്പെട്ട കാരണം ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരോട് പടപൊരുതി വീരമൃത്യു വരിച്ച ഏക ഇന്ത്യൻ രാജാവ് ടിപ്പു സുൽത്താനാണ് എന്നുള്ളത് കൊണ്ടാണ്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് പേടി സ്വപ്നമായിരുന്നു. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ പലതവണ ശ്രമിച്ചത്. പക്ഷേ പറ്റിയില്ല. പറ്റാത്തത് കൊണ്ട് എല്ലാ ഇന്ത്യൻ രാജാക്കന്മാരുടെയും സഹായം തേടി. മറാത്തക്കാർ സഹായിച്ചു, ഹൈദരാബാദിലെ നൈസാം സഹായിച്ചു, ആർക്കോട്ടിലെ നവാബ് സഹായിച്ചു, കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജാവ് വരെ സഹായിച്ചത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് അബദ്ധത്തിൽ അല്ലെങ്കിൽ ചതിയിൽ ടിപ്പു സുൽത്താനെ വകവരുത്താൻ കഴിഞ്ഞത്. അന്നു മുതൽ തുടങ്ങിയതാണ് ടിപ്പു സുൽത്താനോടുള്ള ഇവരുടെ പ്രതിഷേധവും കലിപ്പും. എന്താണ് ഇവർ പറയുന്ന കാര്യങ്ങൾ പലതവണ ആവർത്തിച്ചതാണ്. പല പുസ്തകങ്ങളും പലരും എഴുതിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ എഴുതിയത് മാത്രമേ സ്വീകരിക്കൂ എന്ന് വാശി വെച്ചുകൊണ്ട് ടിപ്പു സുൽത്താനെ അപരവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘ് പരിവാർ അതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് ഒരാൾ പുസ്തകം എഴുതുന്നുണ്ടത്രേ. നമ്മുടെ ഒരു പത്രത്തിലാണ് ഈ വിവരം അറിഞ്ഞത്. അദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം എന്തൊക്കെ എഴുതാൻ പോകുന്നു, എഴുതിയിട്ടുണ്ട്, ഇനി എന്തൊക്കെ എഴുതാൻ പോകുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിത്രം അദ്ദേഹത്തോടുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം നായന്മാരെ വധിച്ചു, അദ്ദേഹം അമ്പലങ്ങൾ തകർത്തു, ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയാത്ത കുറ്റങ്ങളില്ല. പക്ഷേ അദ്ദേഹം നടത്തിയ സാമൂഹിക പരിഷ്കരണങ്ങൾ, രാഷ്ട്രീയ പരിഷ്കരണങ്ങൾ, അതോടൊപ്പം അദ്ദേഹം മലബാറിനും തൻ്റെ രാജ്യത്തിനും അദ്ദേഹം ഉണ്ടാക്കിയ സാമ്പത്തികാഭിവൃദ്ധി, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടത്തുന്നുമില്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇവർ ഉയർത്തുന്ന ഈ പ്രശ്നങ്ങളിൽ ഒന്ന്, അദ്ദേഹം നിരവധി അമ്പലങ്ങൾ തകർത്തു, നായന്മാരെ കൊന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരാളെ മതപരമായി വിലയിരുത്തുമ്പോൾ അങ്ങനെയൊക്കെ പലർക്കും ഒരുപാട് കഥകൾ കെട്ടിച്ചമക്കാം. ഞാൻ ചില ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവിടെ സാമൂതിരിയും വള്ളുവനാട് രാജാവും തമ്മിൽ ഒരുപാട് കാലം നിരന്തരമായ യുദ്ധങ്ങളുണ്ടായി. ഈ യുദ്ധത്തിൽ ഒരുപാട് നായന്മാർ കൊല്ലപ്പെട്ടു. സാമൂതിരിയുടെ നായർ പടയാളികളും കൊല്ലപ്പെട്ടു, വള്ളുവനാടിൻ്റെ നായർ പടയാളികളും കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെയാണ് മാമാങ്ക ഉത്സവത്തിൽ എത്രയോ പടയാളികൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നു. കോലത്തിരി രാജാവും സാമൂതിരിയും തമ്മിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ചെറുക്കൽ രാജാവും തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളിലും ഒരുപാട് നായർ പടയാളികൾ കൊല്ലപ്പെട്ടു. കാരണം അന്ന് നായന്മാരാണ് യുദ്ധം ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ കീഴിലൊക്കെ കൊല്ലപ്പെട്ടത് കൊണ്ട് ഈ രാജാക്കന്മാരൊക്കെ ഹിന്ദു വിരോധികളാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഉപദ്രവിച്ചു എന്ന് പറയാൻ വല്ല ന്യായവുമുണ്ടോ? ഒരു ന്യായവും ആർക്കും പറയാൻ കഴിയില്ല. അതുപോലെ ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്തത് സാമൂതിരിയോടാണ്. സാമൂതിരിയുടെ പക്ഷത്ത് നായന്മാരുണ്ടായിരുന്നു. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ പക്ഷത്തും ഒരുപാട് നായർ പടയാളികളുണ്ട്. ഇനി കോലത്തിരിയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെയും ഒരുപാട് നായർ പടയാളികൾ ഉണ്ടായിരുന്നു, മരിച്ചിട്ടുണ്ടായിരിക്കും. തിരുവിതാംകൂറിൽ ചെന്നാൽ അവിടെയും ടിപ്പു സുൽത്താൻ്റെ അവിടുത്തെ രാജാവിൻ്റെ സൈന്യം ഉണ്ടായിരുന്നു. അവരുടെ സൈന്യത്തിലും അധികമുള്ളത് ഈ പട്ടാളക്കാർ, ഈ നായർ പട്ടാളം തന്നെയാണ്. അവരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ ശത്രുവിൻ്റെ പക്ഷത്ത് കൊല്ലപ്പെടും, ഇപ്പുറത്തും കൊല്ലപ്പെടും. ഇതിലൊക്കെ ആളുകളെ എണ്ണി അല്ലെങ്കിൽ തുണി പൊക്കി നോക്കി ഇവർ നായന്മാരാണോ അല്ലെങ്കിൽ മാപ്പിളമാരാണോ എന്ന് നോക്കി ഒരാളെ വിലയിരുത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥ ചരിത്രം രചിക്കാൻ കഴിയുക? അതുപോലെയാണ് അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളത്. ഈ ആരാധനാലയങ്ങൾ തകർക്കും ശത്രുവിൻ്റെ, അത് സ്വാഭാവികമാണ്. ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുടെ രാജ്യമാണല്ലോ ഇന്ത്യ. ഇന്ത്യയിൽ ഓരോരുത്തർക്കും, ഓരോ രാജാവിനും, ഓരോ കുടുംബത്തിനും, ഓരോ ജന്മിക്കും പ്രത്യേകം കോവിലുകളും ക്ഷേത്രങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രങ്ങൾ മറ്റൊരു ശക്തി വന്ന് ആക്രമിക്കുമ്പോൾ അവരുടെ ക്ഷേത്രം തകർക്കും. എന്തിനാണ് ക്ഷേത്രം തകർക്കുന്നത്? കാരണം തൻ്റെ ശത്രു രാജാവിൻ്റെ വിജയവും അദ്ദേഹത്തിൻ്റെ ഐശ്വര്യമൊക്കെ ആ ദൈവത്തെ അല്ലെങ്കിൽ അവിടെയുള്ള വിഗ്രഹത്തെ ആധാരമാക്കിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ രാജാവിന് തൻ്റെ ശത്രുവിന് അഭിമാനമുണ്ടാക്കുന്ന എല്ലാം തകർക്കുക എന്നത്
ഇവരുടെ ഒരു രീതിയാണ്. അങ്ങനെ ക്ഷേത്രങ്ങൾ പലതും തകർത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ മതം നോക്കിയല്ല തകർത്തത്. ഇപ്പോൾ ഇവിടെ സാമൂതിരി തൻ്റെ ശത്രു രാജാക്കന്മാരോട് യുദ്ധം ചെയ്തപ്പോൾ, ഇവിടെയാണല്ലോ കോഴിക്കോട് പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് മുസൽമാനൊന്നും അല്ലല്ലോ. അപ്പോൾ ശത്രുവായ നമ്മുടെ സാമൂതിരി അദ്ദേഹത്തിൻ്റെ ശത്രുവായ രാജാവിനോട് യുദ്ധം ചെയ്തപ്പോൾ ഈ പന്നിയങ്കര അടക്കമുള്ള പല ക്ഷേത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഭടന്മാർ തകർത്തു. ഈ തകർക്കുന്നത് യുദ്ധത്തിൽ വിജയിക്കുന്ന ആളുകൾ പരാജയത്തിൻ്റെതായ കോട്ടയും കൊട്ടാരവും അമ്പലങ്ങളും ഒക്കെ തകർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് രജപുത്രന്മാരും മുഗളരും തമ്മിലുണ്ടായപ്പോൾ യുദ്ധം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചിരുന്നത്? രജപുത്രന്മാർ മുസ്ലിങ്ങളുടെ പള്ളികൾ തകർത്തു, മുസ്ലിങ്ങൾ രജപുത്രന്മാരുടെ ക്ഷേത്രങ്ങൾ തകർത്തു. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴും ഈ തകർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ മതം വെച്ചുകൊണ്ട് അളന്ന് ഇന്നയാൾ മതത്തിനെതിരായിരുന്നു, ഇന്നയാൾ മതത്തിനെതിരായിരുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനും കഴിയില്ല. ടിപ്പു സുൽത്താൻ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. അതായത് രാജ്യദ്രോഹം ചെയ്തവരെ വധിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. നിങ്ങളുടെ ജാതി പ്രശ്നങ്ങളൊക്കെ മതിയാക്കി നിങ്ങളുടെ സംബന്ധവും നിങ്ങളുടെ സാമൂഹികമായുള്ള അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി തരാം, അതോടൊപ്പം തന്നെ എൻ്റെ ആളുകളാക്കി നിങ്ങളെ ഇരുത്താം. അങ്ങനെ പലരും മതം മാറിയിട്ടുണ്ട്. മതം മാറുകയും അവർ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിലും അതോടൊപ്പം തന്നെ ഭരണ രംഗത്തും വലിയ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിപ്പു സുൽത്താൻ അതിൻ്റെ പേരിലൊക്കെ അദ്ദേഹം ഹിന്ദു വിരോധിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നായന്മാരെ കൊന്നു എന്നൊക്കെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കുന്ന ഏർപ്പാടിന് ഒരു ചരിത്രപരമായ ഒരു സത്യവും അതിലില്ല, ഒരു വസ്തുതയുമില്ല. പിന്നെ രാജാക്കന്മാർ പൊതുവെ ചിലപ്പോൾ ക്രൂരത കാണിക്കാം, ക്രൂരത കാണിക്കാതിരിക്കാം. ഇതുപോലെ അദ്ദേഹത്തിനെതിരെ വലിയ ഒരു ആരോപണം നടത്തുന്നത് മംഗലാപുരത്തെ ക്രിസ്ത്യാനികളെ അദ്ദേഹം ഇല്ലാതാക്കി എന്നുള്ളതാണ്. മംഗലാപുരത്തെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലത്തും അവിടെ തന്നെയുണ്ട്. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം മംഗലാപുരം പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആ ബ്രിട്ടീഷുകാർക്ക് എല്ലാ സഹായവും നൽകിയത് മംഗലാപുരത്തെ ക്രിസ്ത്യാനികളാണ്. അത് ടിപ്പു നേരിട്ട് അറിഞ്ഞതാണ്. കാരണം ടിപ്പു ആയിരുന്നു ആ യുദ്ധത്തിലുണ്ടായിരുന്ന വ്യക്തി. നേതൃത്വം കൊടുക്കാനും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അവിടെയുള്ള ചർച്ചകളിലെ അച്ഛന്മാരും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും ഈ ബ്രിട്ടീഷുകാരോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ടിപ്പുവിനെയും മൈസൂർ രാജ്യത്തെയും. അതുപോലെ ടിപ്പുവിൻ്റേതായ ഒരുപാട് വിമത കലാപകാരികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ തന്നെയുള്ള ചില തുർക്കുമാനികളായ കലാപകാരികളുണ്ടായിരുന്നു. ആ കലാപകാരികളുമായി ചേർന്ന് ബ്രിട്ടീഷുകാരെ സഹായിക്കാനും അവിടുത്തെ ക്രിസ്ത്യാനികൾ തയ്യാറായപ്പോൾ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് നടപടിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ഒരു മതപരമായ വിവേചനം അതിലുണ്ടായിട്ടില്ല. കാരണം അവർ ഒന്നടങ്കം അവരുടെ ബിഷപ്പിൻ്റെ പ്രേരണയനുസരിച്ച് എല്ലാവരും നിന്നപ്പോൾ അവർ പല ഭാഗങ്ങളിലേക്കും മാറ്റി താമസിപ്പിച്ചു. അവിടെയുള്ള അവരുടെ ചർച്ചുകൾ തകർത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പല ഭാഗത്തേക്കും താമസിപ്പിച്ചിട്ടുണ്ട്. മലബാറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ ചെയ്തു. ശത്രുക്കളായ പലരെയും ഒന്നുകിൽ തടവിലിട്ടു അല്ലെങ്കിൽ കൊന്നു. അത് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരി സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതേ ടിപ്പു സുൽത്താൻ തൻ്റെ തലസ്ഥാനത്ത് അദ്ദേഹം ഒരു ചർച്ച് പണിത് കൊടുത്തല്ലോ. അതായത് ഫ്രഞ്ചുകാരായ തൻ്റെ സഹായികൾക്ക് വേണ്ടി, ഫ്രഞ്ചുകാർക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ശില്പികൾക്കൊക്കെ വേണ്ടി, അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ ഒരു ചർച്ച് പണിതു. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ചർച്ച് പണിയുന്നു, ഒരു ഭാഗത്ത് ചർച്ച് പൊളിച്ചു. ഒരു ഭാഗത്ത് അമ്പലം പണിയുന്നു, മറ്റു ഭാഗത്ത് അദ്ദേഹം അമ്പലം സ്ഥാപിക്കുന്നതിനും അമ്പലം നിലനിർത്തുന്നതിനുമുള്ള ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തതായിട്ട് കാണുന്നു. മലബാറിൽ ശ്രീനിവാസ റാവു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകർത്താവ്, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിട്ട് പറയപ്പെടുന്നവരിൽ 9 പേരിൽ 6 പേരും ഹിന്ദുക്കളിൽപ്പെട്ടവരാണ്. ഹിന്ദു വിരോധമുള്ള ഒരാളാണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ? അതുമാത്രമല്ല, അത് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജാതിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പല നിയമങ്ങളും, നിങ്ങൾ സംബന്ധം നിർത്തണം, നിങ്ങൾ മുണ്ടുടുക്കണം, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ നിയമങ്ങളിൽ പേടിച്ചുകൊണ്ട് ജന്മിമാരെ ആളുകൾ ഇവിടുന്ന് രാജ്യം വിട്ടു. അല്ലാതെ അവരോട് പോകാൻ പറഞ്ഞതല്ല, അവർ രാജ്യം വിട്ടു. കാരണം ഇവരോടൊക്കെ കോടതിയിലേക്ക് വന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറഞ്ഞു. ആ കോടതിയിൽ അന്യജാതിക്കാരുണ്ടാകും, അല്ലെങ്കിൽ അവിടെ അയിത്തം അപകടത്തിലാകും എന്നൊക്കെ പറഞ്ഞ് ഇവർ വന്നില്ല എന്ന് മാത്രമല്ല,
ഇവരുടെ ഈ ജാതി നിയമങ്ങളൊക്കെ ഇല്ലാതാകുമെന്ന് പേടിച്ചുകൊണ്ട് ഭൂമിയൊക്കെ വിട്ട് അമ്പലങ്ങളൊക്കെ ഒഴിവാക്കി ഇവർ തിരുവിതാംകൂറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തിരുവിതാംകൂറിൽ വലിയ സഹായം കൊടുക്കുകയും അവിടെ വെച്ച് വലിയ ടിപ്പുവിനെതിരെ യുദ്ധക്കോപ്പ് കൂട്ടുകയും ചെയ്തപ്പോഴാണ് ടിപ്പു തിരുവിതാംകൂറിനെതിരെ തിരിയുന്നത്. കൊച്ചി രാജാവ് കപ്പം കൊടുക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊച്ചി രാജാവിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ വെച്ച് ഒരാളുടെ മതവും മതവിരോധവും തീരുമാനിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇതേ ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് കേരളത്തിലെ മലബാറിലെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഗ്രാൻഡ് കൊടുത്ത വിവരമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് കൊടുക്കേണ്ടി വന്നത്? കാരണം ജന്മിമാരൊക്കെ ഒഴിവായി പോയപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഒക്കെ അത് നിലനിർത്താൻ ആളില്ലാതായി. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ടിപ്പു സുൽത്താനെ കൊടുത്തപ്പോൾ ടിപ്പു സുൽത്താൻ ഉടനെ തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഗ്രാൻഡ് കൊടുക്കാനും ഒക്കെ അദ്ദേഹം തയ്യാറാവുകയും അതിന് ലിസ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ എന്തായാലും കഴിയില്ലല്ലോ. എന്നാൽ ഈ ഒരു നിലപാട് നേരത്തെ തന്നെ അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള മൈസൂരിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങൾക്കും ചെയ്യുന്നുണ്ട് എന്നല്ല, സ്ഥിരമായി ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ വഴിപാട് നടത്താനുള്ള ഏർപ്പാടും അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെയും ചെയ്തു കൊടുക്കുകയല്ല, പലപ്പോഴും അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു. ശൃംഗേരി മഠം നിരന്തരം എപ്പോഴും അവിടെ പൂജകളും പ്രാർത്ഥനകളും ഉണ്ടാകുന്നത് ടിപ്പു സുൽത്താൻ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ആ ഒരു മഠവും അവിടുത്തെ ശാരദാദേവിയുടെ വിഗ്രഹവും തട്ടിക്കൊണ്ടുപോയതുമായ കഥകളിൽ നിന്ന് സുലഭമാണ്. ആരെ തട്ടിക്കൊണ്ടുപോയത്? മറാത്തക്കാർ വന്നോ ഈ വിഗ്രഹം തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് നശിപ്പിച്ചു. ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ടിപ്പു സുൽത്താനാണ്. കാരണം ടിപ്പു സുൽത്താൻ്റെ നാട്ടിലാണ് ഇത് സംഭവിച്ചത്. വലിയ ദുഃഖമുണ്ടായിരുന്നു. ആ ദുഃഖം അദ്ദേഹം അവിടെയുള്ള സ്വാമികളെ അറിയിക്കുന്നുണ്ട്. സ്വാമികൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി ടിപ്പുവിന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വാമി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ക്ഷേത്രത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു പൂജ തന്നെ പേരിൽ തന്നെ ഒരു പൂജ, ഒരു പാദുഷാഹി പൂജ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ മതക്കാരുമായി സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവനാണെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ധ്വംസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം നായന്മാരെ കൊന്നു അല്ലെങ്കിൽ അവരെ മതം മാറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു അവിടെ ഉണ്ടായത്, സംഭവങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കാതെ ഇതൊക്കെ മതപരമായ ഒരു വേർതിരിവുണ്ടാക്കി അദ്ദേഹത്തെ മതഭ്രാന്തനാക്കി ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഒരു തെളിവ്, ഒരു ചുക്ക് ഇവർക്ക് ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ അന്യായമായി ചിത്രീകരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയെന്ന് മാത്രമല്ല പല പുസ്തകങ്ങളും എഴുതി. ആരെക്കൊണ്ടും പുസ്തകം പലരും എഴുതിയ പുസ്തകങ്ങളൊക്കെ അവർ കണ്ടുകെട്ടി. കാരണം അത് എഴുതിയ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി. ഈ ശ്രീരംഗപട്ടണം തകർത്ത് ടിപ്പുവിനെ കൊന്നതിന് ശേഷം അവിടെയുള്ള കുടുംബക്കാരെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടു, വെല്ലൂർ കൊണ്ടുപോയിട്ടു. എന്നിട്ട് അവിടുന്ന് പിന്നീട് കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് താമസിപ്പിച്ചത്. അതിനുശേഷം അവർക്കൊക്കെ പല സഹായങ്ങളും പെൻഷനൊക്കെ നൽകിയിട്ട് അവരെ കൊണ്ട് തന്നെ ടിപ്പുവിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ വാങ്ങിച്ചു. ടിപ്പുവിൻ്റെ പൗത്രന്മാരിൽ നിന്ന് വരെ കാരണം നിർബന്ധപൂർവ്വം പ്രസ്താവനകൾ വാങ്ങിച്ചു. ഇതൊക്കെ ഇവർ പുസ്തകത്തിൽ എഴുതി വെച്ചു. അങ്ങനെ ടിപ്പുവിനെതിരായ പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇവർ വലിയ പങ്ക് വഹിച്ചു, ബ്രിട്ടീഷുകാരും അതുപോലെ ഇവരുടെ ബാക്കിയായ ബന്ധുക്കളും. കിർമാനി എന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവചരിത്രകാരൻ, ടിപ്പുവിൻ്റെ സ്വന്തം ജീവചരിത്രകാരൻ, അദ്ദേഹം പിന്നീട് ടിപ്പുവിനെതിരായിട്ട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ടിപ്പുവിനെ തമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയിരുന്നു. അതുപോലുള്ള ഒരു നല്ല ഭരണാധികാരിയെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു ഭരണാധികാരിയെ അത്രമാത്രം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഫ്രഞ്ചുകാരുടെ സഹായം തേടി എന്നുള്ള ഒരു വലിയ ആരോപണം കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേറൊരു വിദേശിയുടെ സഹായം തേടി എന്നല്ലേ? അത് സ്വാഭാവികമല്ലേ? സാധാരണഗതിയിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ ഒരാളുടെ സഹായം തേടി മറ്റുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കും. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ RSSൻ്റെ ഇവരുടെയൊക്കെ വലിയ നേതാവുണ്ടല്ലോ, സവർക്കർ ഒരു കാലത്ത് വലിയ ദേശീയവാദിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ മാപ്പപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ധീരമായി പങ്കെടുത്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിച്ച് കപ്പലിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഫ്രാൻസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഒരു ഫ്രാൻസ് കപ്പലിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് അവർ അഭയം തേടിയത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആ പേര് പറഞ്ഞ് അവിടെ സവർക്കറെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? വേണ്ട, സുഭാഷ് ചന്ദ്രബോസ്,
അദ്ദേഹം INA ആർമി ഉണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ജാപ്പാൻ്റെ സഹായം തേടിയില്ലേ? ജാപ്പാനിൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ടല്ല ഇന്ത്യയെ എതിർത്തത്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഭരണത്തെ അവസാനിപ്പിക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് അതിന് വേണ്ടിയല്ലേ? അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ പേര് പറഞ്ഞുകൊണ്ട് ഈ ടിപ്പു സുൽത്താനെ എഴുത്തുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കി ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ യഥാരീതിയിൽ സസൂക്ഷ്മം വിലയിരുത്തുമ്പോൾ ഈ വക കാര്യങ്ങളിൽ ടിപ്പു സുൽത്താൻ നിരപരാധിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു മതഭ്രാന്തനോ ഒന്നുമല്ല എന്ന് മാത്രമല്ല, മൈസൂരിൻ്റെ പുരോഗതി, ഇന്ത്യയുടെ മറ്റു ലോകത്ത് ഇന്ത്യക്കുള്ള വ്യാപ്തി, സാമ്പത്തികമായ പുരോഗതി, അതുപോലെ ഇവിടുത്തെ റോക്കറ്റ് വിക്ഷേപണം വരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ ആധുനികമായ പരിഷ്കരണങ്ങൾ എന്നും ഇന്ത്യക്ക് മാതൃകയാണ്.